സർ, ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫീൻ്റെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ 86.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. സംസ്ഥാന വിഹിതമായി 6.5 കോടി രൂപ മാറ്റിവെക്കുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള അക്കാഡമിക് കൊളാബറേഷൻ സ്കോളർഷിപ്പിനുമായി 2 കോടി രൂപ മാറ്റിവെക്കുന്നു. ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്ക് 27.81 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഡിജിറ്റൽ സർവകലാശാലയും സെക്ഷൻ 8 കമ്പനിയായ ഇന്ത്യൻ ഗ്രഫീൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഇന്നൊവേഷൻ സെൻറ്ററും സംയുക്തമായി 94.85 കോടി മുടക്കി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയാണ് ഗ്രഫീൻ അറോറ. പദ്ധതിക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന വിഹിതമായി 3.8 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി IIITMK പ്രവർത്തനങ്ങൾക്കായി 16.95 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, ഓപ്പൺ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രവർത്തനങ്ങൾക്കായി 8.45 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITLൻ്റെ പ്രവർത്തനത്തിന് 15.27 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കൊച്ചി ടെക്നോളജി ഇന്നൊവേഷൻ സോണിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 20 കോടി രൂപ നീക്കിവെക്കുന്നു. യുവജന സംരംഭകത്വ വികസന പരിപാടി സ്കെയിലപ്പ് പരിപാടിക്കായിട്ട് 70.52 കോടി രൂപ വകയിരുത്തുന്നു. CDT പ്രവർത്തനങ്ങൾക്കായിട്ട് 8.13 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേരള സംസ്ഥാനം പുതിയ AVGC-XR നയം പുറത്തിറക്കിയിട്ടുണ്ട്. പുതിയ IT നയവും ഉടൻ പുറത്തിറക്കും. IT മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങളുടെ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കേരള AI മിഷൻ, സെമികോൺ കേരള, എമർജിംഗ് ടെക്നോളജീസ് മിഷൻ, ഫ്യൂച്ചർ കോർപ്പറേഷൻ എന്നീ 4 പുതിയ മിഷൻ മോഡ് പരിപാടികൾ ആരംഭിക്കും. IT സാങ്കേതികവിദ്യകളുടെ സുരക്ഷിതവും ധാർമ്മികവുമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സേഫ് ടെക് എന്ന പേരിലൊരു പുതിയ പദ്ധതി ആരംഭിക്കും. പുതിയ IT നയത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ഇവയ്ക്കായി 22 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനങ്ങൾക്കായി 99.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 3 പുതിയ പദ്ധതികളും വരുന്നു. സംസ്ഥാനത്തെ സ്റ്റാർട്ടപ്പുകൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ കൂടുതൽ പ്രാപ്തമാക്കുന്നതിന് കേരള സർക്കാരിൻ്റെ ഒരു മുൻനിര പദ്ധതിയായ ഫണ്ട് ഓഫ് ഫണ്ട് പ്ലാൻ വിഹിതമായ 3 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സാർ, സംരംഭകത്വം, മെൻറ്റർഷിപ്പ്, കൺസൾട്ടിംഗ് എന്നീ റോളുകളിലൂടെ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ മുതിർന്ന പൗരന്മാരെ സജീവ സംരംഭകരാക്കാൻ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നൂതന പദ്ധതിയായ ന്യൂ ഇന്നിങ്സ് എന്ന പദ്ധതിക്ക് 4 കോടി രൂപ വകയിരുത്തുന്നു. കൊച്ചിയിൽ ഒരു കൾച്ചർ ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻക്യുബേറ്റർ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. ബഹിരാകാശ ശാസ്ത്രം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന K-സ്പേസിന് 57.5 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കേസുമായി സഹകരിച്ച് ഒരു ഡ്രോൺ റിസർച്ച് പാർക്ക് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള 5 കോടി രൂപ വകയിരുത്തുന്നു.